വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി വൈദികനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേസെടുത്തത് പ്രദേശവാസിയുടെ വാക്കാലുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമാവുന്നു. എഫ്ഐആറിന്റെ പകർപ്പ് 24-ന് ലഭിച്ചിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇതിപ്പോൾ ഈ പ്രദേശവാസിയുടെ പരാതി അത് മതം മാറിയാൽ പണവും തൊഴിലും നൽകാം എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു മൊഴി, ആ വാക്കാലുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ ഈ കേസെടുത്തത്? തീർച്ചയായും ഈ എഫ്ഐആറിന്റെ പകർപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാവുന്നത്. ദേവിദാസ് റാവു ഷിൻഡെ എന്നയാളാണ് ഈ പരാതിക്കാരനായി ഉള്ളത്. ഇദ്ദേഹം ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരു കർഷകനാണ്, 35 വയസ്സുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഈ എഫ്ഐആറിലുള്ളത്. അദ്ദേഹമാണ് പരാതിക്കാരനായിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് 4 മണിയോടെ ഈ വീട്ടിലേക്ക്, ഈ സംഭവം നടന്ന വീട്ടിലേക്ക് 6 പേര് എത്തുന്നു. 6 മണിയോടെ അദ്ദേഹം ആ വഴി പോകുമ്പോൾ അവിടെ ഈ വീടിന് മുന്നിലുണ്ടായിരുന്ന പന്തലിൽ വെച്ച് താൻ പറയുന്നതായി കേട്ടു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ ക്രിസ്തീയ മതത്തിലേക്ക് വന്നാൽ പണവും ഒപ്പം ജോലിയും നൽകാമെന്ന് ഈ എത്തിയവർ വാഗ്ദാനം ചെയ്യുന്നത് താൻ കേട്ടു എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു തെളിവായി അവർക്ക് മുന്നോട്ട് വെക്കാനുള്ള ആ ഒരു കേട്ടറിവിന്റെ പുറത്താണ് വലിയ തോതിൽ ബജരംഗ് ദൾ പ്രവർത്തകർ അവിടേക്ക് എത്തുകയും പിന്നാലെ പോലീസ്, തൊട്ടടുത്ത് തന്നെ പോലീസ്, വളരെ വേഗത്തിൽ തന്നെ പോലീസും അവിടേക്ക് എത്തുന്നുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ വൈദികനുമായി നേരിട്ട് സംസാരിച്ചതാണ്. കോടതിക്ക് പുറത്ത് അവർ ജാമ്യം കെട്ടി ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞത് വളരെ വേഗത്തിൽ പോലീസും അവിടെ എത്തുന്നുണ്ട്, അവരെ കസ്റ്റഡിയിലെടുക്കുന്നു. ഇന്നലെ രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കേസ് ആ സമയത്ത് രജിസ്റ്റർ ചെയ്തില്ല. ഇന്ന് രാവിലെയാണ് സമ്മർദ്ദമേറിയതോടെ എഫ്ഐആർ ഇടുന്നത്. അതിൽ തന്നെ 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ചുമത്തിയത്. മത പരിവർത്തനമാണ് ആരോപിക്കുന്നതെങ്കിലും എഫ്ഐആർ പരിശോധിക്കുമ്പോൾ BNS 299, 302 വകുപ്പുകളാണ്. അതായത് ഈ മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തി എന്നതാണ് ഈ എഫ്ഐആറിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഇതിനോടകം തന്നെ മതപരിവർത്തനം വലിയ കുറ്റമായി ചുമത്തിക്കൊണ്ടുള്ള കർശനമായ നിയമം നടപ്പാക്കുന്ന സമയമാണ്. മഹാരാഷ്ട്ര ഏതായാലും അതിനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ അത്തരത്തിലൊരു നിയമം നടപ്പാക്കിയിട്ടില്ല. ഇപ്പോൾ 299, 302 വകുപ്പുകളാണ് ഇപ്പോൾ വൈദികർക്കെതിരെ. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് കേസെടുത്തത്, അറസ്റ്റ് ചെയ്തത്. അതിൽ കേസെടുത്ത നടപടി അത് പ്രദേശവാസിയുടെ വാക്കാലുള്ള ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് എഫ്ഐആറിന്റെ പകർപ്പ് ലഭ്യമാകുമ്പോൾ മനസ്സിലാവുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.